നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുഞ്ഞിനെ എടുത്തോണ്ട് പൊയ്ക്കോളൂ അവിടുന്ന്. മേലാൽ എന്റെ കൺവെട്ടത്ത് കണ്ടുപോകരുത്. ഓ മുമ്പിൽ നിന്ന് പോകാൻ. കേട്ടോ പോട്ടെ മോളെ. ഇതെന്തൊരു ശല്യമാ. ഒരു നേരത്തെ മനുഷ്യന് സ്വസ്ഥത അല്ലാന്ന് വെച്ചാ ഇതിന്റെ വായിൽ വല്ല തുണിയും വെച്ച് അടച്ചു വെക്കേ. ചേച്ചി എന്താ നിനക്ക് പിടിച്ചില്ലേ? ചേച്ചി ഒരു അമ്മയാ, ആ വിചാരമെങ്കിലും വേണം. അതേടി, ഞാനും ഒരു അമ്മയാ. എനിക്കും ഒരു മകനുണ്ട്. പക്ഷേ ഈ കീറ്റാൻ പെട്ടിയെ പോലെ അവൻ കിടന്ന് കരയുന്നുണ്ടോ? അവനിപ്പോ വളർന്നില്ലേ? നേരത്തെ അവനും ഇതുപോലെ കരഞ്ഞ് ബഹളം വെച്ചിരുന്നില്ലേ? അതുകൊണ്ട് നിനക്കെന്താടി? ഇതേ അവന്റെ അമ്മാവന്റെ വീടാ. അത് നല്ല തമാശ. അങ്ങനെയാണെങ്കിലേ ഇത് ഇവളുടെ അച്ഛന്റെ വീടാ. ഓ, ഒരവകാശി. അതെ, പ്രതാപൻ എന്റെ അനിയനായതിനു ശേഷമാ നിന്റെ ഭർത്താവായതും ഈ കീറ്റാൻപിട്ടിയുടെ അച്ഛനായതും ഒക്കെ. മതി മതി, ഈ ചേച്ചി മഹത്വം പറഞ്ഞ എന്നെ എന്റെ ഭർത്താവിനും തമ്മിൽ അകറ്റിയത്. എന്നിട്ട് നിങ്ങൾക്ക് മതിയായിട്ടില്ലല്ലേ? അതെങ്ങനെ മതിയാകും? നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് വരെ എനിക്കൊന്നും മതിയാവില്ല. നീ കണ്ടോ, എന്നേക്കുമായി നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും. എന്നിട്ട് എന്റെ മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് പ്രതാപന് കല്യാണം കഴിച്ചു കൊടുക്കും. ഒരു സ്ത്രീയുടെ കുടുംബജീവിതം താറുമാറാക്കിയിട്ട് മതിയാവാതെ അവളെ തെരുവാധാരമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങള് ഒരു മനുഷ്യ സ്ത്രീയാണോ? നീ പറഞ്ഞതേ സത്യവാ. നിന്റെ മുന്നിലേ ഞാനൊരു മനുഷ്യ സ്ത്രീയല്ല. നിന്റെ ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന യക്ഷിയാ, യക്ഷി. അയ്യോ, പരമ ദുഷ്ടേ, വന്ന് നിന്റെ പരാക്രമം കുഞ്ഞുങ്ങളോട് പോലും ആയോ? നിന്നെ ഞാൻ ഇതെന്റെ ചേച്ചിയാ. അമ്മയെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന എന്റെ ചേച്ചി. ആ ചേച്ചിയാണ് നീ ഒരു കൂസലില്ലാതെ കരണത്തടിച്ചത്. ഇവര് ചെയ്തത് എന്താണെന്ന് ഇദ്ദേഹം കണ്ടില്ലല്ലോ. അംബികേച്ചി വല്ലതും ചെയ്തെന്ന് വെച്ച് കരണത്തടിക്കാൻ നീ ആരടി? തല്ലുകല്ല, കൊല്ലുക വേണ്ട നിന്നെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. കുഞ്ഞിനെ എടുത്തോണ്ട് പൊയ്ക്കോളൂ അവിടുന്ന്. മേലാൽ എന്റെ കൺവെട്ടത്ത് കണ്ടുപോകരുത്. ഓ മുമ്പിൽ നിന്ന് പോകാൻ. വണ്ടി എടുക്ക വേഗം. നമസ്കാരം സാർ. നമസ്കാരം. പൂജയ്ക്ക് നേർച്ചയ്ക്ക് രസീത് എടുക്കുന്ന എവിടെയാ? അത് അപ്പുറത്താണ് സാർ. പറഞ്ഞാ മതി, നമുക്ക് റെസീപ്റ്റ് ആക്കാം. എന്റെ മകളുടെ കാര്യത്തിന് ഞാനിപ്പോ വന്നിട്ടുള്ളത്. അവളുടെ വിവാഹത്തിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കണം. അതിനുള്ള നേർച്ചകൾ എന്തെന്ന് വെച്ചാൽ നടത്തണം. രാജു, നീ ചെന്ന് എല്ലാം രസീതാക്കി വാ. വന്നോളൂ. തിരുമേനി കൂടെ ചെല്ലു. ശരി, വരി സാർ, വന്നോളൂ. പ്രാർത്ഥിക്കപ്പോ. ഞങ്ങൾ അപ്പുറത്ത് തൊഴുത്തിട്ട് വരാം.
ഈശ്വര, ഈ വിവാഹം തടസ്സങ്ങളൊന്നുമില്ലാതെ നടക്കണേ. ഐക്യത്തോടെ അവർക്ക് ജീവിക്കാനാകണേ. ദൈവമേ, ഇങ്ങനെയെങ്കിലും ഈ വിവാഹം മുടങ്ങണേ. നീ ഭക്തവത്സലനെങ്കിൽ എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണേ. തിരുമേനി, രസീത്. ശരി, ആയിക്കോ. സർ, ഋതിക മേഡത്തിന്റെയും പയ്യന്റെയും പേരില് ഒരു ഐക്യമത്യ സൂക്തം കഴിപ്പിക്കുന്നത് നല്ലതാണെന്ന് പൂജാരി പറഞ്ഞു. പൂജാരി അങ്ങനെ പറഞ്ഞെങ്കിൽ ചെയ്യണം. അതിനെന്താ തടസ്സം? അതിന് രണ്ടുപേരുടെയും നക്ഷത്രം വേണം. പയ്യന്റെ നക്ഷത്രം. ആ, അത് ഞാൻ ചോദിച്ചിട്ടില്ല. ചോദിക്കാം. ഫോൺ. ശുഭലക്ഷണമാണല്ലോ. അങ്ങോട്ട് വിളിക്കാൻ ഫോൺ എടുത്തതേ ഉള്ളൂ. ജയദേവൻ സാർ ഇങ്ങോട്ട് വിളിക്കുന്നു. ഹലോ ജയദേവൻ സാർ, നല്ല സമയത്താ സാറ് വിളിക്കുന്നത്. സോറി മിസ്റ്റർ വർമ്മ, നല്ല സമയമാണെങ്കിലും പറയാനുള്ളത് അത്ര നല്ല കാര്യമല്ല. എന്താ സാർ, എനിത്തിങ് റോങ്? അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് പഴയ കാലമൊന്നും അല്ലല്ലോ. നമ്മുടെയൊക്കെ കാലത്ത് അച്ഛനമ്മമാർ നമ്മളെ നിർബന്ധിച്ച് ഓരോന്ന് ചെയ്യിക്കുമായിരുന്നു. ഇപ്പൊ അത് നടക്കില്ല. കുട്ടികൾ വളരെ ഇൻഡിപെൻഡന്റാ. ജയദേവൻ സാർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വ്യക്തമാവുന്നില്ല. അതെ, എന്റെ മകന് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഓ, അത് സാരമില്ല. ന്യൂ ജനറേഷൻ കുട്ടികളല്ലേ, അവർക്ക് വേറെ ഇഷ്ടങ്ങളോ അഫയറൊക്കെ ഉണ്ടാവും. ഇല്ലില്ല, അവൻ അങ്ങനെ ബന്ധങ്ങളൊന്നുമില്ല. മറ്റു ചിലതൊക്കെ ആരോ അവനോട് പറഞ്ഞിട്ടുണ്ട്. തൊട്ടു മുൻപ് ഒരു ആലോചന മുടങ്ങിയ കാര്യവും തന്റെ പി എയുമായി അഫയർ ഉണ്ടെന്നുള്ള കാര്യവും ആരോ പറഞ്ഞിരിക്കുന്നു. ഹലോ മിസ്റ്റർ വർമ്മ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറയൂ സാർ. ഇതൊക്കെ വെറും അപവാദങ്ങളും ഗോസിപ്പുകളും ആയിരിക്കും. പക്ഷേ എനിക്ക് അവനെ അങ്ങ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ വിവാഹാലോചന അങ്ങ് അവസാനിപ്പിക്കാം. നമ്മുടെ ബന്ധത്തെ ഇതൊന്നും ബാധിക്കില്ലേ? ഏയ് ഇല്ലില്ല, നമ്മുടെ ബന്ധവും കുട്ടികളുടെ വിവാഹവും ഒരിക്കലും പരസ്പരം ബന്ധപ്പെടുന്നതല്ല. ശരി സാർ, ഞാൻ ഇവിടെ ഒരു അമ്പലത്തിലാ, പിന്നെ വിളിക്കാം. ശരി, ഓക്കെ. സർ, പ്രതാപ, എന്താ പ്രതാപ വല്ലാതിരിക്കുന്നേ? ജയദേവൻ സാർ ഇപ്പൊ വിളിച്ചിരുന്നു. ജയദേവൻ സാർ എന്താ പറഞ്ഞത്? ആ ആലോചനയും മുടങ്ങി. ഇന്ദ്രജിത്തുമായിട്ടുള്ള വിവാഹം നടക്കില്ല. എന്റെ ഈശ്വര, എന്തൊക്കെ പരീക്ഷണങ്ങളാ. പ്രതാപ, ഏത് പ്രശ്നത്തിനും ദൈവമായിട്ട് തന്നെ ഒരു പരിഹാരം കണ്ടിട്ടുണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.